നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ ദാറ്റ് ലീവ് റിമൈൻഡർ 3 or 4 വെൻ ഡിവൈഡ് ബൈ 10. ഓക്കെ, അതായത് നമ്മളോട് ഒരു സീക്വൻസ്, ഒരു ശ്രേണി എഴുതാനാണ് പറഞ്ഞത്. നാച്ചുറൽ നമ്പേഴ്സിന്റെ പൂർണ്ണസംഖ്യകളുടെ ഒരു ശ്രേണി എഴുതാനാണ് പറഞ്ഞത്. കണ്ടീഷൻ എന്താണ്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ശിഷ്ടം റിമൈൻഡർ 3 അല്ലെങ്കിൽ 8 ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ നമുക്ക് ആദ്യം 3 കൊണ്ട് ഡിവൈഡ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന ഒരു ശ്രേണി എഴുതി നോക്കുക. സോ ആദ്യത്തെ ടേം എന്തായിരിക്കും? ആദ്യത്തെ ടേം ഒന്നുമില്ല, എന്താണോ സിസ്റ്റം അതായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് 3. പിന്നെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതായിരിക്കും പൊതുവ്യത്യാസം. അപ്പോൾ അത് ആഡ് ചെയ്യുക. സോ 3, 13, 23, 33 ഇങ്ങനെ വരും. ഇതാണ് റിമൈൻഡർ സിസ്റ്റം എന്ത് 3 കിട്ടുന്നത്. ഇനി നമുക്ക് ഇതേപോലെ റിമൈൻഡർ 5 കിട്ടുന്നതിന് എഴുതണം. 5 അല്ല 8 കിട്ടുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ്. ഒന്നെങ്കിൽ ശിഷ്ടം എന്ത് കിട്ടിയാൽ മതി? 3 കിട്ടിയാൽ മതി, അല്ലെങ്കിൽ 8 കിട്ടിയാൽ മതി. സോ നമ്മൾ ആദ്യം രണ്ടൊന്ന് സെപ്പറേറ്റ് ആക്കി എഴുതിയിട്ട് പിന്നെ രണ്ടൊന്നും കമ്പൈൻ ചെയ്യാം. അപ്പോൾ റിമൈൻഡർ 8 കിട്ടുന്ന സീക്വൻസ് എന്താണ്? സോ ഫസ്റ്റ് ടൈം എന്തായിരിക്കും? ആ ശിഷ്ടമായ 8 ആയിരിക്കും, റിമൈൻഡർ ആയിരിക്കും. പിന്നെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അതായിരിക്കും. സോ 10 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. സോ അടുത്ത ടേം 8 + 10 അല്ലേ? 18, 28, 38 ഇങ്ങനെ പോകും. ഓക്കെ, ഇനി നമുക്ക് എഴുതേണ്ട സീക്വൻസ് ഇത് രണ്ടുമല്ല, ഇതിൻ്റെ കമ്പൈൻഡ് ആയിട്ടാണ്. സോ റിക്വേർഡ് സീക്വൻസ് എന്നാണ്ട് നമുക്ക് എഴുതാം. നമുക്ക് വേണ്ട സീക്വൻസ് എന്നാണ്ട് എന്ത് ചെയ്താൽ ഇത് കമ്പൈൻഡ്. ആദ്യം 3 ഉണ്ടല്ലേ? സോ 3 ഫസ്റ്റ് എഴുതുക. പിന്നെന്താ 8 ഉള്ളത്, അത് 8 എഴുതുക. പിന്നെ ഏതാ 13 ആണുള്ളത്, അത് എഴുതുക. പിന്നെ ഏതാ ഉള്ളത് 18 ആണ്. ഓക്കെ, പിന്നെ ഏതാണുള്ളത് 23 ആണ്. പിന്നെ 28 ആണ്. ഓക്കെ, പിന്നെ 33 ആണ്, 38 ആണ്, ഇങ്ങനെ പോകും. ഓക്കെ, ഇതാണ് സീക്വൻസ്. സോ നമ്മൾ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്, സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഇസ് എ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി ടേംസ് ഓഫ് സീക്വൻസ് ബൈ 5. അതായത് ഈ കിട്ടിയ ഈ സീക്വൻസിനെ ഏതൊരു ടേമിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുക എന്നുള്ളത്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? റിമൈൻഡർ 3നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ 0 വട്ടം പോകും അല്ലേ? 0 × 5 0. സോ റിമൈൻഡർ 3 കിട്ടി. ഇനി നമുക്ക് 8നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ടൈമിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഒരു വട്ടം പോകുന്നുണ്ട്. 1 × 5 5 ആണ്, റിമൈൻഡർ അവിടെ 3. ഓക്കെ, ഇനി 13നെ നോക്കാം. 13 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 2 വട്ടം പോകുന്നുണ്ട്. 2, 5, 10 ആണ്, അവിടെ റിമൈൻഡർ 3. ഓക്കെ, സോ ഇവിടെ ഏതൊരു നമുക്ക് ഇതാ 3 ടേംസിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കി. എപ്പോഴും റിമൈൻഡർ എത്രയാണ്? 3 ആണ് കിട്ടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിനെ, അതായത് ഒരു സമാന ശ്രേണിയാണെങ്കിൽ അതിൻ്റെ ഏതൊരു ടേമിനെയും പൊതുവ്യത്യാസം കൊണ്ട്, കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, സോ ഇതൊരു സമാന ശ്രേണിയാണോ? ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, ഇതൊരു സമാന ശ്രേണിയാണല്ലേ? കാരണം എന്താ? ഓരോ ടേമിനോടും ഒരു നിശ്ചിത 5 കൂട്ടിയിട്ടാണ് എന്ത് ആവുന്നത്? അടുത്ത ടേം കിട്ടുന്നത്. സോ ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര വരുന്നത്? 8 - 3 ദാറ്റ് ഈസ് 5 ആണ്. സോ ഇതൊരു സമാന്തര ശ്രേണിയാണ്. അതിൻ്റെ പൊതുവ്യത്യാസം വരുന്നത് 5 ആണ്. സോ ഈ ഒരു സമാന്തര ശ്രേണിയുടെ ഏതൊരു ടേമിനെയും അതിൻ്റെ പൊതുവ്യത്യാസമായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ സിസ്റ്റം സെയിം ആയിരിക്കും എല്ലായ്പ്പോഴും. ഓക്കെ, സോ നമുക്ക് രണ്ടാമത്തെ എന്താണ്? 3 എന്ന ആൻസർ കിട്ടി. ഇനി മൂന്നാമത്തത് പ്രൂവ് ദാറ്റ് ദിസ് ഇസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാമല്ലോ. കാരണം എന്താണ്? ഒന്ന്, ഇവിടെ ടേംസ്, തൊട്ടടുത്ത ടേംസ് കിട്ടുന്നത് എന്താണ്? ഒരു നിശ്ചിത നമ്പർ കൂട്ടിയിട്ടാണ് അല്ലേ? 5 കൂട്ടിയിട്ടാണ്. സോ ഇതെന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ. സീക്വൻസ് തന്നിട്ടുണ്ട് 5, 8, 11. അരിത്മെറ്റിക് ആണ് പറഞ്ഞിട്ടുണ്ട്, അതായത് സമാന്തര ശ്രേണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 സീക്വൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ റിമൈൻഡർ ഓഫ് ഡിവൈഡിങ് ഈച്ച് ടേംസ് ഓഫ് ഫസ്റ്റ് സീക്വൻസ് ബൈ 3. ഓക്കെ, ഒന്നാമത്തെ സീക്വൻസിൽ, ഒന്നാമത്തെ സമാന്തര ശ്രേണി, ഇത് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ സമാന്തര ശ്രേണിയിൽ ഓരോ ടേമിനെയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം റിമൈൻഡർ സെയിം ആണോ നോക്കണം.
ഓക്കെ, സോ ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് ആണ്. ഒന്നാമത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? ഡി എന്താണ്? 3 ആണല്ലേ. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ ഏതൊരു ടേമിനെയും അതിൻ്റെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡേഴ്സ് എല്ലായ്പ്പോഴും സെയിം ആണ്. ഓക്കെ, സോ നമുക്കിതാ ഏതെങ്കിലും ഒരു ടേമിനെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 5 ഡിവൈഡ് ബൈ 3 എത്രയാണ് വരുന്നത്? ഒരു വട്ടം പോകുന്നുണ്ട്. 1 ഇൻറ്റു 3 3 ആണ്. സോ റിമൈൻഡർ 2 ആണ്. എല്ലായ്പ്പോഴും 2 ആണ് വരിക. ഓക്കെ, സോ ഒന്നാമത്തെ ആൻസർ കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിമൈൻഡർ ഓഫ് ഡിവൈഡിങ് ഈച്ച് ടേംസ് ഓഫ് ദി സെക്കൻഡ് സീക്വൻസ് ബൈ 3? അതായത് രണ്ടാമത്തെ തന്ന ആദ്യമേ സീക്വൻസിലെ ഏതൊരു ടേമിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ളതാണ്. എന്താ, സോ ഇതെന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ്. ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ് വരുന്നത്? 7 - 4, അതും സെയിം ആണ്, 3 ആണ്. സോ ഈ രണ്ടാമത്തെ സമാന്തര ശ്രേണിയിലും ഏതൊരു പദത്തെയും കോമൺ ഡിഫറൻസ് ആയ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ എത്രയാണ് റിമൈൻഡർ വരുന്നത്? നമുക്ക് നോക്കാം. 4/3. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഒരു വട്ടം പോവും. 1 3 3. റിമൈൻഡർ നമുക്ക് 1 ആണ്. ഓക്കെ, സോ ഇവിടെ റിമൈൻഡർ നമുക്ക് 1 ആണ് കിട്ടുന്നത്. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് ഈച്ച് ടേംസ് ഓഫ് ദി ഫസ്റ്റ് സീക്വൻസ് ഈസ് എ ടേംസ് ഓഫ് സെക്കൻഡ് സീക്വൻസ്. അതായത് ഇവിടെ രണ്ട് സീക്വൻസ് തന്നിട്ടുണ്ട്, രണ്ട് അഡ്ജമന്റ് സീക്വൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ അഡ്ജമന്റ് സീക്വൻസിലെ ഏത് ടേമിന്റെ സ്ക്വയർ, അതായത് വർഗം എടുക്കുകയാണെങ്കിൽ അത് രണ്ടാമത്തെ സീക്വൻസിലെ ടേം ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സീക്വൻസ് ഏതായിരുന്നു? 5 8 11 14 ആണ് ഒന്നാമത്തെ സീക്വൻസ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ സീക്വൻസ് ഏതാണ്? 4 7 10 30 ഇങ്ങനെ പോകും അല്ലേ. ഓക്കെ, സോ ഇനി പറഞ്ഞേക്കുന്നത് ഒന്നാമത്തെ സീക്വൻസിലെ ഏതൊരു ടേമിൻ്റെയും സ്ക്വയർ എടുക്കുകയാണെങ്കിൽ അത് രണ്ടാമത്തെ സീക്വൻസിലെ ടേം ആണെന്നാണ് തെളിയിക്കേണ്ടത്. അതായത് ഒന്നാമത്തെ സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തിൻ്റെയും സ്ക്വയർ എടുക്കുകയാണെങ്കിൽ അത് രണ്ടാമത്തെ സമാന്തര ശ്രേണിയിലെ പദമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. ഈ 5ന്റെ സ്ക്വയർ എന്താണ്? 25 അല്ലേ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സ്ക്വയർ എടുക്കുമ്പോൾ വർഗം എടുക്കുമ്പോൾ എങ്ങനെ വരും? 25 64 121 അല്ലേ, ഈ രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിങ്ങനെ എഴുതുമ്പോൾ അടുത്ത ടേം എന്താണ്? 60 ആണ്, പിന്നെ 90 ആണ്, 21 ആണ്, 21 അല്ല 22 ആണ്, 25 ആണ്, 28 ആണ് അല്ലെ, ഇങ്ങനെ പോകും. സോ 25 എന്താണ്? ഇതിൽ ടേം ആണ്. അങ്ങനെ ഇങ്ങനെ പോയിട്ട് പിന്നെ 64 ഇതിലെ ടേം ആണോ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം ഈ 25 അല്ലെങ്കിൽ 64 ഈ 121 അതൊക്കെ ഈ രണ്ടാമത്തെ അഡ്ജമന്റ് സീക്വൻസിലെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് വേണ്ടത്. അങ്ങനെ ടേം ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഇവിടെ തന്നിരിക്കുന്ന നമുക്ക് മൂന്നാമത്തെ ഈ സീക്വൻസ് ഉണ്ടല്ലോ, ഈ മൂന്നാമത്തെ സീക്വൻസിലെ ഏതൊരു ടേമും നമുക്ക് രണ്ടാമത്തെ സമാന്തരത്തിലെ ഏതൊരു പദത്തിന്റെ വ്യത്യാസം എടുത്താൽ എന്താവണം? കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ. ഓക്കെ, അതായത് ഒരു ടേം അരിതമെറ്റിക് സീക്വൻസിലെ ഒരു വാല്യൂ അരിതമെറ്റിക് സീക്വൻസിലെ ടേം ആണോ പദമാണോ ചെക്ക് ചെയ്യൽ എങ്ങനെയാണ്? ആ തന്നിരിക്കുന്ന വാല്യൂ തന്ന സമാന്തര ശ്രേണിയിൽ ഏതെങ്കിലും പദമായിട്ട് ഡിഫറൻസ് എടുക്കുക. അത് ആ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസിന്റെ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമാണെങ്കിൽ അതിലെ പദമാണ്. ഓക്കെ, സോ നമുക്കിതാ ഇത് ഓരോ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ നമുക്ക് എന്താണ് ടൈം കൺസ്യൂമിങ് അല്ലേ, കുറേ ടേമുകൾ ഉണ്ടല്ലോ. അതിന് പകരം നമുക്ക് ഇതിൻ്റെ ഒരു ജനറൽ ടേം നമുക്ക് എഴുതാം. ഇത് മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ജനറൽ ടേം എഴുതാൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. 5 8 11 40 ഇതിനെ നമുക്ക് ജനറൽ ടേം പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. 3n+2 ആണ് ഇതിന്റെ ജനറൽ ടേം വരുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് എഴുതാൻ പറ്റും. സോ ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, 3n+2 ആണ് ഇതിന്റെ ജനറൽ ടേം വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ക്വയർ എന്താ? 3n+2ന്റെ സ്ക്വയർ എന്താണ്? അതാണ് ഈ ടേമുകൾ വരുന്നത്. ഓക്കെ,
ഓക്കെ, സോ നമ്മുടെ ഈ ചാപ്റ്ററും മൂന്നാമത്തെ ചാപ്റ്ററും എന്താണ് പരസ്പരം റിലേറ്റഡ് ആണ്. അതിൽ നിന്നൊക്കെ ചിലപ്പോൾ കമ്പൈൻഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. സോ അതിൻ്റെ ഒരു കമ്പൈൻഡ് ക്വസ്റ്റ്യൻ എന്ന രീതിയിലാണ് ഇതുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജനറൽ ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കണം. പിന്നെ അതിൻ്റെ ഇനി ടേമാണോ ചെക്ക് ചെയ്യുന്നത് എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബേസിലാണ്. ഓക്കെ, സോ അതിപ്പോൾ ജനറൽ ടേം ഇപ്പം എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ല, മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഇത് പഠിക്കും കേട്ടോ. അപ്പോൾ 3n+2 ആണ് ഈ ഒന്നാമത്തെ സീക്വൻസിൻ്റെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ജനറൽ ടേം. സോ അതിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ മൂന്നാമത് കാണിക്കുന്ന സീക്വൻസ്. അത് അരിത്മെറ്റിക് സീക്വൻസ് ഒന്നല്ല. സോ അത് സ്ക്വയർ ആണ് എന്താണ് 3n+2ൻ്റെ സ്ക്വയർ അല്ലേ. 3n+2ൻ്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a+b ഹോൾ സ്ക്വയർ അല്ലേ, ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ആദ്യം a സ്ക്വയർ, ഓക്കെ, പിന്നെ 2ab 2 × 3n × 2 + b സ്ക്വയർ 2 സ്ക്വയർ. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതല്ലോ 6n² + 12n + 4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിലെ ഏതൊരു ടേമിനെയും നമ്മൾക്ക് 25, 64, 121 ഇതിലെ ഏതൊരു ടേമിനെയും നമുക്ക് ഇതാ 6n² + 12n + 4 എന്ന രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ സംഭവം ഈ 6n² + 12n + 4 എന്നുള്ളത് ഈ രണ്ടാമത്തെ നിൽക്കുന്ന അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ടേം ആണെങ്കിൽ അങ്ങനത്തെ n വാല്യൂസ് നമുക്ക് കിട്ടണം. എന്നിന് കറക്റ്റായുള്ള വാല്യൂസ് കിട്ടണം. n ഇവിടെ എന്താണ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. ഓക്കെ, അങ്ങനത്തെ വാല്യൂസ് കിട്ടണം. സോ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യൽ എങ്ങനെയാണ്? 6n² + 12 + 4 എന്നുള്ളത് ഈ രണ്ടാമത്തെ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണ് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ചെക്ക് ചെയ്യേണ്ട വാല്യൂം ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം നമ്മൾ ഡിഫറൻസ് എടുത്താൽ മതി. നമുക്കൊരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ടേമായ 4-മായുള്ള ഡിഫറൻസ് എടുക്കുക. ദാറ്റ് ഈസ് 6n² + 12 + 4 അതും ഫസ്റ്റ് ടേമായ 4 നമ്മൾ ഡിഫറൻസ് എടുക്കുക. അതായത് 6n² + 12 + 4 എന്തുമായുള്ള ഡിഫറൻസ് എടുക്കുക? ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് 4. ഓക്കെ, സോ നമുക്കിത് എങ്ങനെ കിട്ടും? 6n² + 12 + 4 - 4 ദാറ്റ്സ് എന്താവും? 12n ആണ്. അപ്പോൾ അത് 0 ആവും. അപ്പോൾ ഇത് നമുക്ക് 6n² + 12n എന്ന് കിട്ടും. സോ ഇതെന്തായിരിക്കണം? ആ ഡിഫറൻസ് എന്തായിരിക്കണം? ചെക്ക് ചെയ്യേണ്ട സമാന്തര ശ്രേണിയിലാണോ ചെക്ക് ചെയ്യേണ്ട വാല്യൂവും സമാന്തര ശ്രേണിയിൽ ഏതെങ്കിലും പദം തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ് ആയി വരുന്നത്? എന്താണ് ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. ഇത് നമുക്ക് 3നെ പുറത്തേക്ക് എടുത്തൂടെ? 3നെ പുറത്തേക്ക് എടുത്താൽ നമുക്ക് ഇതിനെ 2n² + 4n എന്ന് എഴുതാം. ഓക്കെ, 2n² + 4n. അതായത് ഇതെന്താ 3 ഇൻറ്റു വേറൊരു സംഭവം. ഇത് നമുക്ക് എന്താ k എന്ന് കൊടുക്കാം അല്ലേ, 3 × k. സോ ആ രീതി നമുക്ക് ഇതിനെ എഴുതാൻ കഴിയുന്നുണ്ട്, ആ ഡിഫറൻസിനെ. അപ്പോൾ എന്താ, ഇത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഈ 6n² + 12n + 4 അതെന്താണ് ഇതിലൊരു ടേം ആണ്. എന്താണ് 6n² + 12n + 4? ദാറ്റ് ഈസ് 3n + 2ന്റെ സ്ക്വയർ ആണ്. അതായത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട മൂന്നാമത്തെ സീക്വൻസിലെ ടേമുകളാണ്. സോ 3n + 2 ഹോൾ സ്ക്വയർ എന്നുള്ളത് ഈ രണ്ടാമത്തെ അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസ് ആണ്. ഓക്കെ, സോ നമുക്ക് അങ്ങനെ കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, റൈറ്റ് ദ സീക്വൻസ് ഓഫ് എ നമ്പർ വിച്ച് ലീവ് റിമൈൻഡർ 1 or 3 when divided by 4. അതായത് ഒരു നമ്പേഴ്സിന്റെ സംഖ്യാശ്രേണി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. കണ്ടീഷൻ എന്താണ്? 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 അല്ലെങ്കിൽ 3 കിട്ടണം. അങ്ങനത്തെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത്. സോ നമുക്കത് എഴുതാം. ഈസ് ഇറ്റ് അരിത്മെറ്റിക് സീക്വൻസ്? വൈ? ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളത് പറയാം. അത് നിങ്ങൾ ചെയ്തു നോക്കുക. മുമ്പ് ചെയ്തൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യന്, ദ 5th terms of arithmetic sequence is 10 and 11th term is 30. What is the 23rd term of the sequence? Calculate the sum of first 27 terms of the sequence. നോക്കാം. ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ 5ാമത്തെ പദം തന്നിട്ടുണ്ട്, അതുപോലെ 11ാമത്തെ പദം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 23ാമത്തെ പദം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓക്കെ, ഇവിടെ എക്സ് ഫൈവ് എത്രയാണ് തന്നത്? 10 X11 എത്ര തന്നത്? 30. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏത് പദം കാണാൻ പറ്റും അല്ലേ? ഇവിടെ X23 ആണ് കണ്ടത്. നമുക്കൊന്ന് ഈസി ആയിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എന്താണ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് കണ്ടിട്ട് നമുക്ക് 23rd ടേമിൽ നമുക്ക് എങ്ങനെ ഇതാ S23 S11 എത്ര വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 12 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കോമൺ ഡിഫറൻസ് നമുക്ക് എങ്ങനെ കാണാം? X11 പദവ്യത്യാസം മൈനസ് സ്ഥാനവ്യത്യാസം, ടേം ഡിഫറൻസ് മൈനസ് പൊസിഷൻ ഡിഫറൻസ് എന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയല്ല ഇതിൻ്റെ ഒരു എളുപ്പമാർഗം എന്താണ്? X5 നമുക്ക് ഇവിടെ അറിയാം, X5 ഇവിടെ ഉണ്ടാവും, അതേപോലെ X11 ഇവിടെ ഉണ്ടാവും, അതുപോലെ X23 ഇവിടെ ഉണ്ടാവും. സോ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും. അങ്ങനെ ബന്ധം ഉണ്ടോ എന്ന് നോക്കുക. ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ X5ഉം X11 തമ്മിൽ എത്ര കോമൺ ഡിഫറൻസ് വ്യത്യാസമുണ്ട്? 60 അല്ലേ? X11ഉം S22 തമ്മിലുള്ള എത്ര കോമൺ ഡിഫറൻസ് വ്യത്യാസമുണ്ട്? 12D. അതായത് 60യുടെ ഡബിളാണ് 12D അല്ലേ? 6 കോമൺ ഡിഫറൻസിന് വലുതാണ്, ഡബിളാണ് എന്ത്? 12 കോമൺ ഡിഫറൻസ്. ഓക്കെ, ഇവിടെ സോ ഇവിടെ എന്താണോ ഡിഫറൻസ് അതിൻ്റെ ഡബിൾ ആയിരിക്കും ഇവ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം X11 30 ആണ്, X5 എന്താണ്? 10 ആണ്. സോ X11 മൈനസ് X5 എന്താണ്? 30 മൈനസ് 10 ആണ്, ദാറ്റ് ഇസ് 20 ആണ്. സോ ഈ ഡിഫറൻസ് എന്താണ്? 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിഫറൻസ് X11ഉം X23യുമായുള്ള 23ാമത്തെ പദവും 11ാമത്തെ പദവുമായുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ഇതിൻ്റെ ഡബിൾ ആയിരിക്കും, ദാറ്റ് ഇസ് 40 ആയിരിക്കും. ഓക്കെ, സോ X11 നമുക്കറിയാം 30 ആണ്. X11 30 ആണെങ്കിൽ നമുക്ക് X23 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? X11 പ്ലസ് ഈ ഡിഫറൻസ് 40. ഓക്കെ, ദാറ്റ് ഈസ് 30 പ്ലസ് 40, ദാറ്റ് ഈസ് 70. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് നമുക്ക് 70 എന്ന് കിട്ടിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 27 ടേം. സം ഓഫ് ഫസ്റ്റ് 27 ടേം ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് സമ്മ്? സമ്മ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് ടേംസിന്റെ മിഡിൽ വാല്യൂ. ഇവിടെ 27 ആണ്. 27 എന്നാൽ എന്താണ്? ഓഡ് നമ്പർ ആണ്. ആദ്യത്തെ 27 ടേംസിന്റെ പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്. സോ ഇവിടെ നമ്പർ ഓഫ് ടേംസ് പറഞ്ഞാൽ എത്രയാണ്? 27 ആണ്. ഇൻറ്റു മിഡിൽ വാല്യൂ. ഇവിടെ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു മിഡിൽ വാല്യൂ ഉണ്ടാവും. എന്താണ് മിഡിൽ വാല്യൂ? മിഡിൽ വാല്യൂ പറഞ്ഞാൽ മിഡിൽ ടേം. ഇവിടെ മിഡിൽ ടേം കറക്റ്റ് ഇട്ടുണ്ടാവും അല്ലേ? സോ ഏതായിരിക്കും മിഡിൽ ടേം? മിഡിൽ ടേം കിട്ടണമെങ്കിൽ 27നോട് 1 കൂട്ടിയിട്ട് 2 ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 28/2, ദാറ്റ് ഈസ് 40. അതായത് X14 ആയിരിക്കും മിഡിൽ ടേം. ഓക്കെ, സോ നമുക്കിതാ ഇതിൽ നിന്ന് X14 കണ്ടെത്താൻ പറ്റുമോ? ഈസി ആയിട്ട് കണ്ടെത്താമല്ലോ. X40, X5, X11, S23 ഏതെങ്കിലും 2 ടേം കിട്ടിയാൽ മതി. ഇതിന് നമുക്ക് ഈസി ആയിട്ട് X14 കണ്ടെത്താം. X14 നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇതും നമുക്ക് വേണമെങ്കിൽ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടെത്തിയാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. X11നോട് 3D കൂട്ടിയാൽ X14 കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ എളുപ്പമാർഗത്തിൽ നമുക്ക് ഇതും ചെയ്യാൻ പറ്റും. നമുക്കറിയാം X5 ഉണ്ട്, X11 ഉണ്ട്, X14 ആണ് കാണേണ്ടത്. ഓക്കെ, X5ഉം X11 തമ്മിലുള്ള ഡിഫറൻസ് എന്നാൽ 60 ആണ്. X11ഉം X14 തമ്മിലുള്ള ഡിഫറൻസ് എന്നാൽ എന്താണ്? 3D ആണ് അല്ലേ? സോ ഇവിടെ എന്താണോ ഡിഫറൻസ് അതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ തമ്മിൽ X11ഉം X14 തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ നമുക്കറിയാം 20 ആണ് ഡിഫറൻസ്. അങ്ങനെ ഇത് 10 ആയിരിക്കും ഡിഫറൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ X11 നമുക്കറിയാം X11 തന്നേക്കുന്നത് എത്രയാണ്? 11ാമത്തെ ടൈം ഇവിടെ ഓൾറെഡി 30 തന്നിട്ടുണ്ട്. സോ 30നോട് എത്ര കൂട്ടിയാൽ മതി? 30നോട് 10 കൂട്ടിയാൽ നമുക്ക് S14 കിട്ടും. ദാറ്റ് ഈസ് 40 ആണ് X40. ഓക്കെ, S14 എന്നുള്ളത് 40 ആണ്. സോ നമുക്കതാ 27 × 40 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ആൻസർ കിട്ടും. 27 × 40 എന്ന് പറയുമ്പോൾ 27 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 54, 108 അല്ലേ? സോ 108 കൂട്ടുക 1080 ആണ് സമ്മ് വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയൊക്കെ ഒരു ടേംസ് വരുമ്പോൾ അങ്ങനെ 2 ടേം തന്നിട്ട് 3ാമത്തെ ടേം ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മറ്റേ കോമൺ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. പിന്നെല്ലാം എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കുക. ആ തമ്മിൽ 2 ടേംസിൻ്റെ ഡിഫറൻസും അതുപോലെ ഇനി കാണേണ്ട ഏതെങ്കിലും 2 ടേംസിൻ്റെ ഡിഫറൻസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കുക. ഓക്കെ, ഇനി അങ്ങനെ ചെയ്തിട്ട് തെറ്റിപ്പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധാ പോലെ ചെയ്യാം. കോമൺ ഡിഫറൻസ് കണ്ടിട്ട്
നമ്മൾ ബേസിക് ആയുള്ള കാര്യമാണ് കോമൺ ഡിഫറൻസ്. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ദ സം ഓഫ് 7th ടേം ആൻഡ് 5th ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 50. വാട്ട് ഈസ് ദ 11th ടേം? അതായത് 7ാമത്തെ ടേമും 15ാമത്തെ ടേമിന്റെ സമ്മ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 11ാമത്തെ ടേം എന്താണെന്നാണ്. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യാം? 7ാമത്തെ ടേം തന്നിട്ടുണ്ട്, 15ാമത്തെ ടേം തന്നിട്ട് അതിന്റെ മിഡിൽ ടേം ആണ് 11ാമത്തെ ടേം. ഈസി ആയിട്ട് ചെയ്യാമല്ലോ. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇഫ് ദ കോമൺ ഡിഫറൻസ് ഓഫ് എ സച്ച് അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 3, വാട്ട് ഈസ് ദ 13th ടേം? ഓക്കെ, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്? 2 ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 3 ആണെങ്കിൽ എന്തായിരിക്കും 13ാമത്തെ ടേം എന്നുള്ളത്? ഓക്കെ, സോ നമുക്ക് ഇവിടെ ഓൾറെഡി 11ാമത്തെ ടേം കിട്ടി. 11ാമത്തെ ടേം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 13ാമത്തെ ടേം ഈസി ആയിട്ട് കിട്ടുകയുള്ളേ. 13ാമത്തെ ടേം എന്താണ്? 11ാമത്തെ ടേമിനോട് കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 2 വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. സോ നമുക്ക് 13ാമത്തെ ടേം അങ്ങനെ കിട്ടും. ഇനി സം ഓഫ് ഫസ്റ്റ് 25 ടേം, സമ്മ് നമുക്ക് എങ്ങനെ കാണാം? നമ്പർ ഓഫ് ടേംസ് ഇവിടെ 25 ആണ്, ഇൻറ്റു മിഡിൽ വാല്യൂ. ഇവിടെ നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണ്, ഒറ്റ സംഖ്യകളാണ് അല്ലേ. സോ ആദ്യത്തെ 25 പദങ്ങളുടെ തുക എന്തായിരിക്കും? അതിന്റെ നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു എത്ര ടേംസ് ആണുള്ളത് അതേ ഇൻറ്റു മിഡിൽ വാല്യൂ. മിഡിൽ വാല്യൂ ആകുമ്പോൾ ഇവിടെ മിഡിൽ ടേം ആണ്. മിഡിൽ ടേം എന്താണ് വരിക? 25 + 1/2 അതെടുക്കുക. അതായത് 26/2 ദാറ്റ് ഈസ് 13. അതായത് x13 13ാമത്തെ ടേം ആണ് ഇവിടെ മിഡിൽ ടേം വരിക. 13ാമത്തെ ടേം നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടാവും. സോ അത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ദ സം ഓഫ് ദി സെക്കൻഡ് ആൻഡ് 18th ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 40 ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് 7th ആൻഡ് 13th ടേം ആൻഡ് വാട്ട് ഈസ് ദി 10th ടേം? അതായത് സെക്കൻഡ് ടേമും ഒരു സമാന്തര ശ്രേണിയുടെ 2ാമത്തെ പദവും തന്നിട്ടുണ്ട്. 2ാമത്തെ പദത്തിൻ്റെയും 18ാമത്തെ പദത്തിൻ്റെയും തുക 40 തന്നിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ എന്താണ് x7 + x13? 7ാമത്തെ പദം 13ാമത്തെ പദം ആഡ് ചെയ്താൽ എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഇവിടെ പൊസിഷന്റെ സമ്മ് 2 സെറ്റിലും സെയിം ആണ്, 20 കിട്ടുന്നത്. സോ s2 + s18 x7 s13 സെയിം ആയിരിക്കും. സോ ഇതും എന്തായിരിക്കും? 40 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എ 10th ടേം? ഓക്കെ, 10th ടേം അപ്പോൾ x7 s13 കിട്ടും. 10th ടേം എന്താ? ഇതിന്റെ കറക്റ്റ് മിഡിലാണല്ലോ 10th ടേം അല്ലേ. മിഡിൽ ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? x7 + s13/2 അതിന് പകുതി എടുത്താൽ മതി, മിഡിൽ ടേം കിട്ടും. അല്ലെങ്കിൽ s2ന്റെയും s18ന്റെയും കറക്റ്റ് മിഡിലാണ് ആര് വരിക? 10ാമത്തെ ടേം വരിക. സോ അതിന്റെ പകുതി എടുത്താൽ മതി. സോ 40/2 ദാറ്റ് ഈസ് 20 ആയിരിക്കും 10th ടേം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ സം ഓഫ് 4th, 5th ആൻഡ് 6th ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 90. വാട്ട് ഈസ് ദ 50th ടേം? 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും ടേംസിന്റെ തുക തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 5ാമത്തെ ടേം എന്താ? മിഡിൽ ടേം എന്താ? ഈസി ആയിട്ട് കിട്ടുമല്ലോ. ആൻഡ് വാട്ട് ഈസ് ദ സം ഓഫ് ദി ഫസ്റ്റ് 9 ടേം? ആദ്യത്തെ 9 ടേംസിന്റെ സമ്മ് എന്താ? ആദ്യത്തെ 9 ടേംസിന്റെ സമ്മ് കിട്ടണമെങ്കിൽ എന്ത് കിട്ടിയാൽ മതി? നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ വാല്യൂ ആണ്. ഇവിടെ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്. സോ ഏതാണ് മിഡിൽ വാല്യൂ വരിക? അതൊരു മിഡിൽ ടേം ആണ്. ഏതായിരിക്കും മിഡിൽ ടേം? 9 + 1/2 അതായത് 10/2 ദാറ്റ് ഈസ് 5. ദാറ്റ് ഈസ് x5 ആയിരിക്കും മിഡിൽ ടേം. സോ 5th ടേം നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടും. സോ അതും നമ്പർ ഓഫ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2ാമത്തെ ആൻസറും കിട്ടും. ഇഫ് ദി കോമൺ ഡിഫറൻസ് ഓഫ് ദി സച്ച് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5, then what is this first term? നമ്മൾ ഓൾറെഡി 5th ടേം കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടിയെങ്കിൽ ഫസ്റ്റ് ടൈം നമുക്ക് എങ്ങനെ കിട്ടും? 5ാമത്തെ ടേമിനോട് എത്ര വട്ടം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം 1ാമത്തെ ടേം കിട്ടണമെങ്കിൽ? 4 വട്ടം. സോ x5 - 4d നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും. സോ അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 30 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 7 ടേം ഈസ് 140. ഓക്കെ, അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 3 ടേമുകളുടെ സം എന്താണ്? 30 ആണ്, തുക 30 ആണ്. അതുപോലെ ആദ്യത്തെ 7 ടേമുകളുടെ തുക എന്താണ്? 140 ആണ്. വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം? അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 2ാമത്തെ ടേം എന്താ? ഈസി ആയിട്ട് ചെയ്തൂടെ? ആദ്യത്തെ 3 ടേമുകളുടെ സം പറഞ്ഞാൽ 30 എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് x1 + x2 + x3 എന്താ? 30. നമുക്കറിയാം ഇത് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്. സോ സം പറഞ്ഞാൽ 3 ഇൻറ്റു മിഡിൽ ടേം പറഞ്ഞാൽ മിഡിൽ വാല്യൂ ആണ്. ദാറ്റ് ഈസ് 3 ഇൻറ്റു x2 ആണ്. ദാറ്റ് ഈസ് 30 ആണ്. സോ x2 എന്താണ്? 13/3 ആണ്. ദാറ്റ് ഈസ് 10 ആണ്. അങ്ങനെ ചെയ്യാം.
വാട്ട് ഈസ് ദ ഫോർത്ത് ടേംസ് ഓഫ് ദി സീക്വൻസ്? അപ്പോൾ ഇത് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നാലാമത്തെ ടേം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നാലാമത്തെ ടേം കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താ സം ഓഫ് ഫസ്റ്റ് 7 ടേം തന്നിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 7 ടേം എന്നാൽ നമുക്ക് എന്താ എങ്ങനെ ചെയ്യാം? x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7 ഇല്ലേ? ഇതെന്ത് തന്നിട്ടുണ്ട്? 140 തന്നിട്ടുണ്ട് അല്ലേ? 140. ഓക്കെ. സോ ഇതെന്താണ്? നമ്പർ ഓഫ് ടേംസ് എന്താണ്? ഓഡാണ് അല്ലേ? സോ സമ്മ് നമുക്ക് എങ്ങനെയാണ്? നമ്പർ ഓഫ് ടേംസ് എത്ര ടേംസ് ഉണ്ട്? 7 ഇൻറ്റു മിഡിൽ വാല്യൂ. ഇത് നമ്പർ ഓഫ് ടേംസ് ഓഡ് ആയതുകൊണ്ട് മിഡിൽ വാല്യൂ എന്തായിരിക്കും? അതൊരു മിഡിൽ ടേം ആയിരിക്കും. ആ മിഡിൽ ടേം എന്താ? 7 പ്ലസ് 1/2 ദാറ്റ് ഈസ് 8/2 ദാറ്റ് ഈസ് 4. ദാറ്റ് ഈസ് ഈ ഫോർത്ത് ടേം ആണ് മിഡിൽ ടേം ആയിട്ട് വരുന്നത്. സോ ഇത് ഇൻറ്റു x4 ദാറ്റ് ഈസ് 140 ആണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? ഫോർത്ത് ടേം ആണ് അല്ലേ? സോ ഇതിന് നമുക്ക് ഫോർത്ത് ടേം ഈസി ആയിട്ട് കിട്ടുമല്ലോ. ഫോർത്ത് ടേം എന്താണ്? x4 is equal to 140/7 that is 20. അതുപോലെ റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. നമുക്ക് ഇതാ സെക്കൻഡ് ടേം കിട്ടി, അതുപോലെ ഫോർത്ത് ടേം കിട്ടി. അതിനാണെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാമല്ലോ. കോമൺ ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് ഇതാ ഏത് ടേമും കാണാമല്ലോ. സോ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഏകദേശം സിമിലർ ആണ്. അത് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, സം ഓഫ് ഫസ്റ്റ് 25th ആൻഡ് 25th ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് 70. അതായത് ഫസ്റ്റ് ടേമും 25th ടേംസിന്റെ സമ്മ് തന്നിട്ടുണ്ട്. അതായത് x1 പ്ലസ് x25 തന്നിട്ടുണ്ട്, 70 ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് ഫോർത്ത് ആൻഡ് 22nd ടേം? അതായത് x4ഉം x22 എന്താ? ഈസി ആയിട്ട് കിട്ടുമല്ലോ. അതിനാണെങ്കിൽ വാട്ട് ഈസ് ദ 13th ടേം? 13th ടേം എന്താ? ഫസ്റ്റ് ടേമിന് 25th ടേമിന് കറക്റ്റ് മിഡിൽ അല്ലേ? സോ അത് നമ്മൾ റിലേഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്. ഫസ്റ്റ് 25 ടേംസിന്റെ സമ്മ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമ്പർ ഓഫ് ടേംസ് 25 ആണ്, ഓഡ് നമ്പർ ആണ്. സോ ഒരു മിഡിൽ വാല്യൂ ആണ്, മിഡിൽ ടേം ഉണ്ടാവും. മിഡിൽ ടേം എന്തായിരിക്കും? 13 ആയിരിക്കും. സോ നമ്പർ ഓഫ് ടേംസിൻ്റെ മിഡിൽ ടേം എന്ന് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ തുകയും കാണാൻ പറ്റും. ഈസി ആണല്ലോ. ഓക്കെ. സോ ഇത്രയാണ് ഇതിൽ വന്നേക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കണക്ട് ചെയ്യുക. അതുപോലെ SLC മാത്സിന് പ്രത്യേക ട്യൂഷൻസ് കാര്യങ്ങൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കണക്ട് ചെയ്യാം. അതേപോലെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും നമ്മൾ ഇൻഡിവിജ്വൽ, അതുപോലെ മൈക്രോ ബാച്ച് ആയിട്ടും അതുപോലെ റെക്കോർഡ് ക്ലാസ് ആയിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് വീക്കിലി അതിൽ 2 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യും. അവർക്ക് ഫ്രീ ആയിട്ട് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് കൊടുക്കും. സോ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.